നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മാത്രമല്ല, പുതിയൊരു മാസം കൂടി നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു മാസം കൂടി ഏവർക്കും ആശംസിക്കുകയാണ്. വാർത്തകളിലേക്ക് കടക്കാം. എയിംസിന്റെ പേരിലുള്ള പോർവിളികൾ തുടരുകയാണ്. എയിംസ് തമിഴ്നാട്ടിലേക്ക് മാറ്റുമെന്ന് താൻ പറഞ്ഞതിന് തെളിവ് നൽകിയാൽ രാജിവെക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മൂലമറ്റം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നടത്തിയ കലുങ്ക് സൗഹൃദ സംഗമ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു എയിംസിനെ കുറിച്ചുള്ള പരാമർശം അദ്ദേഹം നടത്തിയത്. തൃശൂരിൽ എയിംസ് എന്ന വാഗ്ദാനമേ നൽകിയിട്ടില്ല. തൃശൂരിലെ പ്രചാരണ ഘട്ടത്തിൽ താൻ എന്തൊക്കെ പറഞ്ഞോ അതാണ് താൻ ഇപ്പോഴും ചെയ്യുന്നത്. തൃശൂരിലെ മറ്റ് എംപിമാരെക്കാൾ വികസനം നടപ്പിലാക്കും. കെ കരുണാകരനെയും രാജഗോപാലിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിനായി പ്രവർത്തിച്ചിട്ടില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണവും കൂടി സുരേഷ് ഗോപി നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കള്ളവോട്ടുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുന്നു. ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് തന്നെ വിമർശിക്കുന്നതെന്ന് കള്ളവോട്ട് ആരോപണത്തെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞു. 25 വർഷം മുമ്പ് മരിച്ചവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിപ്പിച്ചവരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചത്. പൂരം കലക്കി, ഗോപി ആശാനെ കലക്കി, RLVയെ കലക്കി എന്നൊക്കെ തന്നെ കുറ്റം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കിയെന്ന് കുറ്റപ്പെടുത്തി എന്നതടക്കമുള്ള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എയിംസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് എയിംസ് തൃശ്ശൂർ അർഹതപ്പെട്ടതെന്ന് ആണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയത് കൊണ്ട് കാര്യമില്ല. സംസ്ഥാനത്തിന് മുഴുവൻ ഗുണം കിട്ടണമെങ്കിൽ എയിംസ് തൃശ്ശൂരിൽ വരണം. 2015 മുതലുള്ള തൻ്റെ നിലപാട് ഇതാണെന്നും എയിംസ് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ തമിഴ്നാടിന് എന്താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം മൂലമറ്റത്ത് പറഞ്ഞു. ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കുന്നില്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ MP എന്ന നിലയിൽ അതെവിടെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടാൻ തനിക്ക് അവകാശമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് സ്ഥാപിക്കുന്നതിലെ നിലപാട് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് താൻ നേരത്തെ സ്വീകരിച്ച നിലപാടിന്റെ ആവർത്തനം മാത്രമാണ് ഇപ്പോഴത്തെ അഭിപ്രായമെന്നും ആരെയും എതിർക്കാൻ വേണ്ടിയല്ല തന്റെ ഈ വാക്കുകളെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതുകൊണ്ട് എയിംസ് അങ്ങോട്ട് പോകണമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അത്തരത്തിലൊരു വാഗ്ദാനവും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ എയിംസ് സ്ഥാപിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ലെന്നും തൃശ്ശൂർ MP പറഞ്ഞു. ഇത് മുഴുവൻ സംസ്ഥാനത്തിനും പ്രയോജനകരമാകുന്ന രീതിയിൽ സ്ഥാപിക്കുന്ന പ്രദേശത്തിന്റെ വികസനത്തിന് സഹായകമാകുന്ന വിധത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസ് ആലപ്പുഴയിൽ വരുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് താൻ പറഞ്ഞെന്ന ആരോപണം അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് എവിടെയെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൃശ്ശൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ തൃശ്ശൂരിൽ ഭൂമി ലഭ്യമല്ലെന്നും കേരളത്തിൽ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കുമെന്നുമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചത്. അങ്ങനെ അവർ അത്ര നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് നൽകണമെന്ന് താൻ പറഞ്ഞു. എന്നാൽ ഇത് മനഃപൂർവ്വം വളച്ചൊടിച്ച് ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കുന്നില്ലെങ്കിൽ അത് തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്ന കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. എന്തായാലും ഇത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രതികരണം കൂടി ശ്രദ്ധേയമായിരുന്നു. തർക്കങ്ങളുടെ പേരിൽ കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് അനുവദിക്കാതിരിക്കരുതെന്ന് വീണ ജോർജും പ്രതികരിച്ചിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെ നീളുന്ന ആവശ്യമാണ് കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നുള്ളത്. പല സംസ്ഥാനങ്ങൾക്ക് 2 എയിംസ് നൽകിയിട്ടുണ്ട്. കേരളത്തെ മാത്രം മാറ്റി നിർത്തരുത്. BJP കലഹങ്ങൾ കാരണം എയിംസ് എന്നുള്ള കേരളത്തിന്റെ ആവശ്യം മാറ്റിവെക്കപ്പെടാൻ പാടില്ല എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ ആവശ്യം ഉന്നയിച്ചതാണ്. ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് അന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവ്യയെ കണ്ട് വീണ്ടും സംസാരിച്ചു. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയോടും ആവശ്യം ഉന്നയിച്ചു. രണ്ടുപേരും വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത്. എന്തായാലും എയിംസിന്റെ പേരിലുള്ള വാഗ്വാദങ്ങളൊക്കെ തുടരുകയാണ്. വാഗ്വാദങ്ങളും വിവാദങ്ങളും ഒക്കെ മറികടന്ന് എയിംസ് ഏത് ജില്ലയിലേക്ക് വരുമെന്ന ചോദ്യമാണ് കേരള ജനത ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.